പഹൽഗാം ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാൻ ഭീകരർക്ക് അഭയം നൽകിയ 2 പേർ അറസ്റ്റിൽ. NIA സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഭീകരാക്രമണം നടന്ന് 2 മാസത്തിന് ശേഷമാണ് നിർണായകമായ അറസ്റ്റ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ്. ആരൊക്കെയാണ് അറസ്റ്റിലായത്? എപ്പോഴാണ് അറസ്റ്റ് ഉണ്ടായത്? ബിനിൽ, തീർച്ചയായും ഏറ്റവും വലിയ വാർത്തയാണ്. ഒരുപക്ഷെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന് 2 മാസത്തിന് ശേഷം, അതായത് കൃത്യം 2 മാസത്തിന് ശേഷമാണ് 2 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരുമായി ബന്ധമുണ്ടെന്നും അവരെ സഹായിക്കുന്നവർ, അതായത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് എല്ലാവിധ സഹായവും കശ്മീരിൽ ചെയ്തു കൊടുത്ത 2 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഒന്ന് പർവൈസ് അഹമ്മദും ബാഷ് അഹമ്മദും, അങ്ങനെ ആ 2 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർക്ക് ഭീകരരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ഭീകരരെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നാണ് NIA സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 പേരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൃത്യം 2 മാസത്തിന് ശേഷമാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നു. ഇപ്പോൾ ജൂൺ 22-ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. എന്തായാലും ഭീകരർക്കായുള്ള തെരച്ചിൽ ദീർഘനാളായി തുടരുന്നു, 2 മാസമായി തുടരുന്നു. വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആളുകളെ കണ്ടെത്താൻ ഇതുവരെയും സർക്കാരിനോ സൈന്യത്തിനോ ജമ്മു കാശ്മീർ പോലീസിനോ കഴിഞ്ഞിട്ടില്ല എന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് ബങ്കറുകൾ ഒളിക്കാനടക്കമുള്ള സഹായം ചെയ്തതിന്റെ പേരിൽ 2 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ 2 പേരെ ജമ്മു കാശ്മീരിലാണ് NIA സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് പാകിസ്ഥാൻ ഭീകരരുമായി ബന്ധമുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ NIA പറയുന്നത്. എന്തായാലും 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഏറ്റവും വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. NIA സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ബിനിൽ, ശ്രീജിത്ത്, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ്. രാജ്യം വളരെ പ്രധാനപ്പെട്ട കാത്തിരിക്കുന്ന ഒരു നടപടിയായിരുന്നു. ഈ ഭീകരരെ ഇനിയും പിടികൂടാനായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ച, ഇവർക്ക് സഹായം നൽകി എന്ന് കരുതിയിരുന്ന വിവിധ ആളുകളെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ വ്യക്തികളിലേക്ക് എത്തിച്ചേർന്നത് എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വിവിധ തരത്തിലുള്ള റെയ്ഡുകൾ കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ NIA നടത്തിയിരുന്നു. കൃത്യമായി എപ്പോഴാണ് ഈ ഭീകരർക്ക് ഇവർ സഹായം നൽകിയത് എന്ന് സംബന്ധിച്ച സൂചനകൾ ഉണ്ടോ? അതായത് ഭീകരാക്രമണത്തിന് മുമ്പാണോ അതിനുശേഷം ഒളിവിൽ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ ശ്രീജിത്ത്? ബില്ലിൽ ഏതാണ്ട് 1000-ലധികം ആളുകളെയാണ് ഇതുമായി ബന്ധപ്പെട്ട NIA സംഘം ജമ്മു കാശ്മീരിൽ മാത്രം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്തത്. അത് ഈ 2 മാസമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റ് വലിയ വാർത്തകൾക്കിടയിലാണ് ഇത് മുങ്ങിപ്പോയത്. അതായത് ഈ അന്വേഷണവും ഭീകരർക്കായുള്ള തെരച്ചിലും ഭീകരരെ സഹായിച്ചവരെ കണ്ടെത്താനുള്ള NIA സംഘത്തിൻ്റെ അന്വേഷണവും ഒക്കെ മറ്റു വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ അവർ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 1000-ലധികം ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ ഭീകരർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. നമ്മൾ ആദ്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഭീകരർക്ക് കൃത്യമായ സഹായം ഇന്ത്യയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അവർക്ക് ഇന്ത്യയിൽ നിന്ന് സഹായം നൽകുന്ന ആളുകൾക്ക് പാകിസ്ഥാൻ ഭീകരരുമായി ബന്ധമുണ്ട്. അങ്ങനെ ആ ബന്ധം ഉപയോഗിച്ചാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നു വന്നതെന്നും അവിടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ സ്ഥലങ്ങളെല്ലാവരും, അത് മാത്രമല്ല പഹൽഗാമിൽ മാത്രമല്ല, നമ്മളന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, പഹൽഗാമിൽ മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു. ഏതാണ്ട് 4ഓളം സ്ഥലങ്ങളിൽ പല തവണയായി ഈ ഭീകരർ പോയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ഈ ആക്രമണം നടത്തിയ ഭീകരർ 6 അംഗ സംഘം പല സ്ഥലങ്ങളിൽ പോയി എവിടെയെല്ലാമാണ് വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള സഞ്ചാരികൾ എത്തുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഏറ്റവും ഒടുവിൽ, അതിൽ 2 തവണ 2 ശ്രമം പരാജയപ്പെട്ട ശേഷമാണ് പഹൽഗാമിൽ ഒടുവിൽ ഏപ്രിൽ 22-ന് ഭീകരാക്രമണം നടത്തുന്നത്. അങ്ങനെ വലിയ രൂപത്തിലുള്ള സഹായം ഭീകരർക്ക് ഇന്ത്യയിൽ നിന്ന്, പാകിസ്ഥാൻ ബന്ധമുള്ള ഭീകരരിൽ നിന്ന് സഹായം ലഭ്യമായിരുന്നു എന്ന് NIA സംഘത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോയത്. ആ ചോദ്യം ചെയ്യലിൽ നിന്നാണ് അങ്ങനെ ആ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് വളരെ പ്രധാനപ്പെട്ട 2 അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഭീകരരെ നേരിട്ട് സഹായിച്ചിട്ടുള്ള 2 പേരെയാണ്, തദ്ദേശീയരായിട്ടുള്ള 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.